നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല, പിന്നെ ചൂടുമല്ലേ, യാത്രകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രശ്നം കാരണം ഇനി എന്തായാലും മുടങ്ങാതെ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ ഗ്യാസിന് വലിയ ക്ഷാമല്ലേ, അടുപ്പ് കൂട്ടണം, ചില സ്ഥലത്ത് അതും നടക്കുന്നുണ്ട്, ചൂടാച്ച അങ്ങനെ. അപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരരുതല്ലോ, ഒഴിച്ചൂട്ടാൻ്റെ മാതിരി ഉണ്ടാവും ചെയ്യണം. അങ്ങനെ ഗ്യാസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു ഒഴിച്ച് താളിപ്പ്, നല്ല സ്വാദാട്ടോ. ഇപ്പോൾ ഗ്യാസ് ചിലവാകൊന്നും വേണ്ട, അപ്പോൾ ഗ്യാസ് കിട്ടണ വരെ ബുക്ക് ചെയ്താൽ കിട്ടാനും വിഷമാത്രം. അപ്പോൾ ഇതുമാതിരിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉഷാറായിട്ട് കഴിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ ഗ്യാസിന് ഭയങ്കര ഷോർട്ടേജ് ആണല്ലോ. അപ്പോൾ ഗ്യാസൊന്നും വേണ്ട, അടുപ്പത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ചുളുക്ക് വിദ്യ കൊണ്ട് സുഖമായിട്ട് ഊണഴിക്കുകയും ചെയ്യാം, നല്ലൊരു ഒഴിച്ചുകറിയായി. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് തോല് കളഞ്ഞിട്ട് ആദ്യം അരിഞ്ഞു വെക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കുക്കുംബർ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. പച്ചമുളക് എരിക്കനുസരിച്ച്. ഇനി കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ശരിക്കും വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. ഞാനത് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അല്ലെങ്കിൽ പകുതി കുഞ്ഞുള്ളി പകുതി വെളുത്തുള്ളി അങ്ങനെ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. ശരിക്കും ഈ റെസിപ്പിയിലേക്ക് വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ അതിനെ ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വല്ലാതെ പുളിക്കാത്ത കട്ട തൈര്, ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അടിച്ചിട്ട് അതിലിത് അരച്ചാലും മതി, അല്ലെങ്കിൽ അരച്ചത് ഈ മോരിലേക്ക് നമുക്ക് പകർന്നാലും മതി, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കരിവേപ്പിൻ്റെ ഇല, മല്ലിയില. അപ്പം ഞാനിതിലേക്ക് കുറച്ച് തൈര് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തിളപ്പിച്ച അരച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ചും അതേ നല്ല ചൂടാണ്, അപ്പോൾ ഇതിലേക്ക് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തായാലും വേണം. അത് തിളപ്പിച്ച അരച്ച വെള്ളം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ചും കൂടി തൈര് ഉപയോഗിക്കേണ്ടി വരും. അത് അവസാനം നമുക്ക് അടിച്ചിട്ട് മോരാക്കിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫൈനായിട്ട് അരച്ചിട്ടില്ല, കാരണം നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയണമെന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു വറവിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഒഴിച്ചു കറിയായി. അല്ല, നാളികേരം നിങ്ങളുടെ കയ്യിൽ നല്ലോണം ഉണ്ടോ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പിടി നല്ലോണം നാളികേരം, ഒരു കൈപ്പിടി. അപ്പോൾ 2 കൂട്ടം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നന്നായിട്ട് അരയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ ഫൈനായിട്ട് അരച്ച് വറവിട്ട് കഴിഞ്ഞാൽ ഒരു ഒഴിച്ചുകൂട്ടാനായി. അതേപോലെ തന്നെ നാളികേരം കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നാളികേരം വലിയ ക്ഷാമമൊന്നും ഇല്ലാത്ത ആൾക്കാർ നല്ലോണം ഒരു കൈപ്പിടി നാളികേരം എടുക്കുക, എന്നിട്ട് ഇത് ഫൈനായിട്ട് അരയ്ക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് തിളപ്പിച്ച് അരച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി കുറച്ചും കൂടെ, അതുമാതിരി ഇത് പുളി കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ മോര് അടിച്ച് വെച്ചിട്ടുണ്ട്, അത് കൂടെ കുറച്ചും കൂടി തിളപ്പിച്ച് അരച്ച വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മോരെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ വെള്ളം. അപ്പോൾ കണ്ടോ, ഒഴിച്ചുവിട്ടാൻ്റെ മാതിരി തന്നെ ആയാലോ. ഇനി നല്ലൊരു വറവ് കേട്ടോ. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 8-10 മണി മതി ഉലുവ, അത് ചേർക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 3/4 ടീസ്പൂൺ എണ്ണയിൽ വറുത്തിട്ടാൽ മതി കേട്ടോ, എണ്ണ അധികം വേണ്ട. അപ്പോൾ നമുക്ക് വറുത്തോട്ടാം. കണ്ടോ, ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ അഭാവത്തിൽ നമുക്ക് നല്ല ഒഴിച്ചൂട്ടാന് സമാനമായിട്ടുള്ള താമ്പുളിന്നോ എന്ത് വേണമെങ്കിൽ പറയാം, കുക്കുംബർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഇളക്കി നോക്കാം. അപ്പോൾ കുക്കുംബർ വെച്ചിട്ട് ഇതേപോലെ ഒരു ഒഴിച്ചൂട്ടാൻ തന്നെ പറയാം, പക്ഷേ വിത്തൗട്ട് ഗ്യാസ്, അതാണ് ഇപ്പോൾ പ്രധാനം. ഗ്യാസ് ഒന്നും വേണ്ട. കണ്ടോ, എത്ര പിടിയിൽ നിന്ന് റെഡിയായി. ഇനി എന്തെങ്കിലും ഉപ്പിലിട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ ഊണ് കുശാലായില്ലേ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണേ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ കുക്കുംബർ താമ്പുളി വിളമ്പാം. കുക്കുംബർ താമ്പുളി വിളമ്പി കൊടുക്കാം. ഉരുട്ടാം. മുളകൊന്നിങ്ങനെ ഉടക്കി കേട്ടോ ആദ്യം തന്നെ. എല്ലാവരും കഴിച്ചോളൂ. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ ഈ താളിപ്പ്? എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.